ഈ മീനെല്ലാം പോയ അവസ്ഥയാണ്. ഈ വണ്ടിയും വെയിറ്റിംഗ്. ഇതാ ഈ വള്ളം തള്ളാനായിട്ട് വള്ളക്കാരും തയ്യാറാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടതിന് ശേഷമാണ് ഈ വള്ളം തള്ളാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക കഴിവാണ്. കാരണം ആ കടൽ ഇപ്പോൾ ശാന്തമാകും, വള്ളം തള്ളി വിടാനായിട്ട് പറഞ്ഞിട്ട് ഇതാ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടുത്ത തിര വരുന്നതിനുണ്ട് വെള്ളം പോകണം. ഓടിപ്പോയി കേട്ടോ. ഇവര് ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതലായി കേട്ടോ. അതായത് വണ്ടി റെഡിയായി വള്ളം തള്ളാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കടൽ ശക്തമായിട്ട് അടിക്കുന്നത് കാരണം അവർ അത്രയും സമയം വെയിറ്റ് നിന്നിട്ട് ആ കടലിൻ്റെ ഒരു അവസ്ഥ കണ്ടതിന് ശേഷമാണ് വള്ളം തള്ളി വിട്ടത്. അപ്പോൾ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ മെയ് 13-ാം തീയതിയുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കച്ചാവല, നെത്തോലി വലയെന്നൊക്കെ പറയുന്ന വലകൾക്ക് നെത്തോലി മീനുകളുണ്ട് കേട്ടോ. അപ്പം അത് മാത്രമേ ഉള്ളൂ. കാരണം സാധാരണ നമ്മളിവിടെ വരുമ്പോഴേ തട്ടുമടിക്കുള്ള മീനൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഈ സീസൺ ടൈം ആയത് കാരണമേ ഏതായാലും അടുത്ത മാസം ജൂൺ മുതലായിരുന്നു സീസൺ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈം. പക്ഷേ ഇപ്പോൾ നേരത്തെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് വള്ളക്കാരൊക്കെ അടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന നെത്തോലി മീനുകളൊക്കെ കണ്ടോ. നെത്തോലി മീനുകളെ പ്രധാനമായിട്ടുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണ് മറ്റ് തീരദേശത്തിലുള്ള വള്ളക്കാരൊക്കെ നമ്മുടെ വിഴിഞ്ഞ ഹാർബർ ആശ്രയിക്കുന്ന ആ ഒരു കാര്യമേ നമ്മുടെ കൂട്ടുകാർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രയും നാൾ ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം ഈ തീരദേശത്തുള്ള മറ്റു വള്ളക്കാരൊക്കെ അവരവരുടെ ഏരിയയിലാണ് അടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം കടൽ ശാന്തമാകുക. ഇപ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടാകും, ഇത്രയും ശക്തമായിട്ട് കടൽ അടിച്ചു കഴിഞ്ഞാൽ വള്ളക്കാർക്ക് കരയിൽ ഓടി അടുപ്പിക്കാനായിട്ട് പറ്റത്തില്ല. സാധാരണ നമ്മുടെ മുൻപിലത്തെ വീഡിയോസിലൊക്കെ നമ്മുടെ കൂട്ടുകാർ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വള്ളക്കാരാണ് ഇവിടെ അടുപ്പിച്ചിട്ട് മീനൊക്കെ ലേലത്തിൽ കൊടുക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടുകാർ കാണുന്നതാണ്. പക്ഷേ ഞാൻ ഈ ജൂൺ മാസം 13-ാം തീയതി വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചാവലക്കാർ, നെത്തോലി വലക്കാർ മാത്രമാണ് ഇവിടെ അടുപ്പിച്ചിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള വള്ളം ഏകദേശം വള്ളവും വിഴിഞ്ഞത്ത് കുറേ വള്ളക്കാരൊക്കെ കരയ്ക്ക് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് ഇനിയും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ തീരദേശത്തുള്ള എല്ലാ വള്ളക്കാരും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറമായിരിക്കും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇനി അത്യാവശ്യം ഇന്നത്തെ ദിവസം കണ്ണൻകൊഴിയാളെ അയിലയും ചൂരയും പട്ടുവിലയ്ക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ചാള വിലയ്ക്കും ചാള ഇന്നലെ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇനി ബാക്കി വിശേഷമൊക്കെ നമുക്ക് ഏതായാലും ഒരു 10 മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഏതായാലും നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. കാരണം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മറ്റു തീരദേശത്തിലുള്ള വള്ളക്കാരൊക്കെ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഹാർബറിനെ ആശ്രയിക്കുന്നത്. അതിന് ഒന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന തിരയടി തന്നെയാണ്. ഈ ശക്തമായിട്ടുള്ള തിരയടിയിൽ ഈ വള്ളങ്ങൾ ഓടി കരയ്ക്ക് വരാനും പറ്റത്തില്ല. അതുപോലെ ഇവർ തള്ളിവിട്ട് തിരിച്ച് ഇവരുടെ ഏരിയയിലോട്ട് പോകുമ്പോഴും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ മറ്റു തീരദേശത്തിലുള്ള വള്ളക്കാരൊക്കെ ഈ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് അടുപ്പിക്കുന്നത്. വെള്ളം ഓടി നമ്മളെയൊക്കെ മൊത്തം നനച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, നെത്തോലി മീനെല്ലാം പോയ അവസ്ഥയാണ്. ഈ കച്ചാവലയെന്ന് കുടഞ്ഞുകൊണ്ടിരുന്ന നെത്തോലി മീനെല്ലാം വെള്ളം എടുത്ത് ഒഴുകിപ്പോയ ഒരു കാഴ്ച. ഇത്രയും സമയം കുടഞ്ഞുകൊണ്ടിരുന്ന നെത്തോലി മീനെല്ലാം തിരയെടുത്തുകൊണ്ട് പോയേ. ഇനി ഒന്നേന്ന് പയ്യനൊക്കെ പറക്കിയെടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് പയ്യന്മാരൊക്കെ.